സംസ്കാരം കൊണ്ട് ഭാരതം ലോകത്തെ ഏറ്റവും ഉയർന്നു നിൽക്കുന്ന രാജ്യമെന്ന് സംഗീത സംവിധായകൻ ഔസേപ്പച്ചൻ. ആശയങ്ങൾ വ്യത്യസ്തമായിരിക്കാം, രാജ്യത്തിനു വേണ്ടി നമ്മളെല്ലാവരും ഒറ്റക്കെട്ടായി പ്രവർത്തിക്കണമെന്നും അദ്ദേഹം പറഞ്ഞു. തൃശൂരിൽ BJPയുടെ വികസന മുന്നേറ്റ യാത്രയിൽ പങ്കെടുത്ത് സംസാരിക്കുകയായിരുന്നു ഔസേപ്പച്ചൻ. അമ്മ, നമ്മുടെ രാജ്യം, അത് ഏറ്റവും സംസ്കാരത്തിൻ്റെ കാര്യത്തിൽ ലോകത്ത് ഏറ്റവും ഉയർന്നു നിൽക്കുന്ന ഒരു രാജ്യമാണ്. അതിൻ്റെ മക്കളായ നമ്മളെല്ലാവരും ഒരേ ചിന്തയിൽ വളരേണ്ടവരാണ്, ഒത്തൊരുമയോടുകൂടി വളരേണ്ടവരാണ്. ജാതി മതഭേദമന്യേ ഈവൺ ആശയങ്ങൾക്ക് വരെ വ്യത്യാസങ്ങളുണ്ടാവാം തനതായി. പക്ഷെ നമ്മുടെ രാജ്യത്തിന് വേണ്ടിയിട്ട് നമ്മളെല്ലാവരും ഒറ്റക്കൈയായിട്ട് പ്രവർത്തിക്കണം. സജീവ് ചേരുന്നു. സനു, പറയൂ. BJP തൃശ്ശൂരിന് നൽകുന്ന ഗ്യാരണ്ടി എന്ന മുദ്രാവാക്യം ഉയർത്തിക്കൊണ്ട് തൃശ്ശൂരിൽ സംസ്ഥാന നേതാക്കൾ, അതായത് സംസ്ഥാന ഉപാധ്യക്ഷന്മാരായിട്ടുള്ള B. ഗോപാലകൃഷ്ണൻ, അതേപോലെ തന്നെ KK അനീഷ്, ജില്ലാ അധ്യക്ഷൻ ജസ്റ്റിൻ ജേക്കബ്, ഒപ്പം A. നാഗേഷ്, മേഖലാ പ്രസിഡന്റ് A. നാഗേഷ് എന്നിവരാണ് തൃശ്ശൂരിൽ സിറ്റി ജില്ലയുടെ വിവിധ കേന്ദ്രങ്ങളിൽ നിന്ന് ഇന്ന് ഈ യാത്ര സംഘടിപ്പിക്കുന്നത്. അതിൽ അഡ്വക്കേറ്റ് B. ഗോപാലകൃഷ്ണൻ സംഘടിപ്പിച്ച വികസന യാത്രയിലാണ് സംഗീത സംവിധായകൻ ഔസേപ്പച്ചനും ഒപ്പം തന്നെ രാഷ്ട്രീയ നിരീക്ഷകനായിട്ടുള്ള ഫക്രുദ്ദീനും പങ്കെടുത്തത്. ഇതിൽ ഔസേപ്പച്ചൻ വ്യക്തമായി കാര്യങ്ങൾ പറയുകയാണ്. അദ്ദേഹം പറയുന്നത്, സംസ്കാരം കൊണ്ട് ഭാരതം ലോകത്ത് ഏറ്റവും ഉയർന്നു നിൽക്കുന്ന രാജ്യമാണ്. രാജ്യത്തിന് വേണ്ടി നമ്മളെല്ലാവരും ഒറ്റക്കെട്ടായി പ്രവർത്തിക്കണം. ഒപ്പം തന്നെ അദ്ദേഹം കൂട്ടിച്ചേർത്ത മറ്റൊരു പ്രധാന വാക്യമാണ്, ആശയങ്ങൾ വ്യത്യസ്തമായിരിക്കാം, പക്ഷേ കുടുംബത്തിന് വേണ്ടി എല്ലാവരും ഒന്നിച്ചു നിൽക്കണം. അതായത് ആ പ്രസ്താവനയിൽ നിന്നും കാര്യം വ്യക്തമാണ്. അതായത് വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പുകളിൽ വികസനമാണ് ആവശ്യമെങ്കിൽ എല്ലാവരും രാഷ്ട്രീയ ചിന്താഗതികൾ മാറ്റിക്കൊണ്ട്, മതചിന്താഗതികൾ മാറ്റിക്കൊണ്ട്, അങ്ങനെ എല്ലാവരും കൂടെ ഒറ്റക്കെട്ടായി തന്റെ കുടുംബത്തിന് വേണ്ടി ചേർന്ന് നിൽക്കണം. അത് ഈ കുടക്കീഴിൽ ചേർന്ന് നിൽക്കണം, ഈ കൊടിക്കീഴിൽ ചേർന്ന് നിൽക്കണമെന്ന് വ്യക്തമാക്കിക്കൊണ്ടുള്ള ഒരു പ്രസ്താവനയാണ് ഔസേപ്പച്ചന്റെ ഭാഗത്തു നിന്നുണ്ടായത്. BJPയുടെ വികസന മുന്നേറ്റ യാത്രയ്ക്ക് തന്റെ എല്ലാ പിന്തുണ നൽകുന്നതായും പറഞ്ഞു വെച്ചുകൊണ്ടാണ് ഔസേപ്പച്ചൻ പ്രസംഗം അവസാനിപ്പിച്ചത്. ഒപ്പം തന്നെ ഫക്രുദ്ദീനും അതേ കാര്യം തന്നെയാണ് പറയുന്നത്. രാഷ്ട്രീയപരമായിട്ട് ആശയപരമായിട്ട് തനിക്ക് വ്യത്യാസങ്ങളുണ്ട്, അതിനോട് യോജിക്കാൻ പറ്റാത്ത പല കാര്യങ്ങളുമുണ്ട്. എന്നാൽ നരേന്ദ്രമോദി ചെയ്യുന്ന കാര്യങ്ങൾ, ഒപ്പം തന്നെ BJPയുടെ സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ മുന്നോട്ട് വയ്ക്കുന്ന വികസന ലക്ഷ്യങ്ങളെല്ലാം നാടിനെ പുരോഗതിയിലേക്ക് നയിക്കും. ഒപ്പം ആ പുരോഗതിക്കൊപ്പം നീങ്ങാൻ നമ്മുടെ കേരളവും കൂടി തയ്യാറാകണമെന്ന് പറഞ്ഞുകൊണ്ടാണ് ഫക്രുദ്ദീനും അവസാനിപ്പിച്ചിരിക്കുന്നത്. എന്തായാലും വലിയൊരു ജനപങ്കാളിത്തം ഈ യാത്രയിൽ ഉണ്ടാവുകയാണ്. ആയിരക്കണക്കിന് ജനങ്ങൾ ഈ തൃശൂർ സിറ്റിയിലെ വിവിധ കേന്ദ്രങ്ങളിൽ നടക്കുന്ന യാത്രകളിൽ അണിനിരന്നുകൊണ്ടിരിക്കുകയാണ്. രോഹിണി. ശരി, സാനു ആണ് വിവരങ്ങൾ നൽകിയത്.